ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ലക്ഷദ്വീപാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിലാണ്. ഇവിടെ നിന്നാണ് അലയൻസിൻ്റെ ഫ്ലൈറ്റാണ് ലക്ഷദ്വീപിലേക്ക്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കോർട്ട് ഇരിക്കുകയാണ്. കൊച്ചി ഹോംസ്റ്റേക്കിൽ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ദോശയൊക്കെ ഓർഡർ ചെയ്യാനിരിക്കുക. ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് ഫ്ലൈറ്റ് ഡയറക്റ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൊച്ചിയിലുണ്ട്. ഇന്നലെ മോർണിംഗ് കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിയിൽ ലൈറ്റായിട്ടൊന്ന് കറങ്ങി, ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി, മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയിട്ട് ഇന്ന് മോർണിംഗ് ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ കൊച്ചി ഹോംസ്റ്റേക്കിൽ വന്നു. ഇനി 8:30 ഫ്ലൈറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ബസ്സിലിരിക്കുകയാണ്. ഞാനും അജ്ജു കൊണ്ട് കൂടെ. അങ്ങനെ 1 മണിക്കൂർ അവിടെ നിന്ന് ഫ്ലൈറ്റിന് ശേഷം നമ്മൾ അഗതി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നേരെ പോയിട്ട് നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവിടുത്തെ പരിപാടികൾ കഴിയണം. അങ്ങനെ ലഗേജൊക്കെ എടുത്തായിരുന്നു. ലഗേജൊക്കെ കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സ്കൈ ടൈംസ് ട്രാവൽസ് എന്ന് പറയുന്ന അവിടെ പാക്കേജിലാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് അക്കോമഡേഷനിലേക്ക്.
അങ്ങനെ ഞങ്ങളിവിടെ എത്തി. സീ വ്യൂ റിസോർട്ടിലായിരുന്നു നമുക്ക് റൂം ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീ വ്യൂ റിസോർട്ടായിരുന്നു, റൂമായിരുന്നു നമുക്ക് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് മഴയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം ടൈഡ് കയറിയിട്ട് ഒരുപാട് ഉപ്പ് വെള്ളം കയറിയെന്നാണ് അവർ പറയുന്നത്. അത് കാണിച്ചു തന്നു. ഒരു റൂം നോക്കുമ്പോൾ റൂമിലിരുന്ന വെള്ളം നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ അവർ മാറ്റി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ റൂം കുഴപ്പമില്ല. അവർ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടുന്നത് വാഷ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ, ഈ സ്മെല്ല് മാറുകയാണെങ്കിൽ അവർ റൂം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കറൻറ്റ്ലി നമുക്കുള്ള റൂം ഇതാണ്. വന്ന് ഫ്രഷായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, നല്ല ഇലം കിടന്ന് ഉറങ്ങി. ഇപ്പം 1 മണി കഴിഞ്ഞു, 1:30 ആയി. ഇവിടെ ലഞ്ച് 1 to 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരെ ലഞ്ച് കഴിക്കാൻ പോകണം. അത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ബൊഫേ സെറ്റപ്പാണ്. ഒരു 4-5 കൂട്ടാൻ ഉണ്ടാകും. ഒരു നോൺ വെജ് ഉണ്ടായിരുന്നു, ചോറായിരുന്നു. കുഴപ്പമില്ല, ഫുഡ് വേറെ പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകുന്നില്ല, വന്നാണ് ഉറങ്ങിപ്പോയി. അത് കുറച്ച് നേരം ഫുഡ് കഴിക്കാത്ത ലേറ്റായി. ഇപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടുത്തെ വൈബ് ആസ്വദിക്കാം. ഇപ്പോൾ ഏകദേശം 4:30 ആയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചില്ല് ചെയ്തു. ഇനിയിപ്പോൾ സൈറ്റ് സീയിങ് ആണ്. വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണണം. ആദ്യത്തെ സൈറ്റ് സീയിങ്ങിലെ പോയിന്റ് എന്ന് പറയുന്നത് മ്യൂസിയം ആയിരുന്നു. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് മ്യൂസിയം ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നേരെ വന്നിരിക്കുന്നത് ഇപ്പോൾ വെസ്റ്റേൺ ജെട്ടിയിലാണ്. ഇവിടെ നിന്നാണ് ഇത് വെസ്റ്റേൺ ജെട്ടി എന്നാണ് പറഞ്ഞത്. സോ ഇപ്പോൾ ഇവിടെ ഒരു ½ hour നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ കുറച്ച് നിന്ന് കറങ്ങിയിട്ട് 5:30 ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട്.
അപ്പോൾ വെസ്റ്റേൺ ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ലഗൂൺ ബീച്ചിലാണ്. ഇത് കുറച്ച് അത്യാവശ്യം നല്ല അഗതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ലഗൂൺ ബീച്ച്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. ലഗൂൺ ബീച്ചിൽ നിന്ന് ഒരു കരിക്കോളൊക്കെ കുടിച്ചു. ഏകദേശം ഒരു 100 രൂപ, 2 പേർ കൂടെ 100 രൂപ. അത് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പോയി നോക്കട്ടെ. ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെ വാരി പറക്കുന്നുണ്ട്. ഈ 2 ദിവസം ഉണ്ടല്ലോ ഇവിടെ. ലക്ഷദ്വീപിലെ സൂപ്പർ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ മാർക്കറ്റ് ഇവിടെ എന്താ 400 രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ച് ഇനി ഇതൊക്കെ കൊണ്ട് കഴിച്ച് തീർക്കണില്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. നമ്മൾ നേരെ അവിടെ ലഗൂൺ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അവിടെ നേരെ ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് വന്നു. ഈസ്റ്റേൺ ജെട്ടിയിലാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ ഷിപ്പുകൾ വരുന്നത്. ഇവിടെയാണ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പെർമിറ്റൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ജെട്ടിയിലാണ് മെയിൻ ഷിപ്പൊക്കെ വരുന്നത്. ജെട്ടിയൊക്കെ കറങ്ങിയിട്ട് നേരെ നമ്മൾ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് നോക്കട്ടെ. മാർക്കറ്റ് ഒക്കെ കയറി. സൂപ്പർ മാർക്കറ്റ് വിചാരിച്ചല്ലോ ഇപ്പോൾ അടുത്തുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യ സാധനം വാങ്ങിക്കാനെല്ലാം സൂപ്പർ മാർക്കറ്റിലൂടെ ഉണ്ട്. അടുത്തൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു തൊപ്പിയൊക്കെ എടുത്തു നമ്മൾ. ഇപ്പം നേരെ വന്നിരിക്കുന്നത് അന്താണി ബീച്ചിലാണ്. അന്താണി ബീച്ച്. ഇവിടെ ആണ് സൺസെറ്റ് വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്ത് ഒരു 7 ഒക്കെ ആകുമ്പോൾ തിരിച്ച് ക്യാബിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഇന്നത്തെ സ്റ്റേ ടൂർ കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ലെറ്റ്സ് സീ.
നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ ബീച്ചൊക്കെ നല്ല ക്ലീൻ വാട്ടറാണ്. പിന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല രസമുള്ള വൈബാണ് ഇവിടെ. സൺസെറ്റ് ഞാൻ ഫസ്റ്റ് ടൈം ഇത്രയും റെഡ് ആയിട്ടുള്ള ക്ലൗഡ്സ് കാണുന്നത്. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു സൺസെറ്റ്? ഓക്കെ. സോ അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. ഫസ്റ്റ് ഡേ ഇവിടെ എൻ്റെ ഒന്നും കഴുതുന്നു. നേരെ റിസോർട്ടിലേക്ക് കൊണ്ടുവിടുക. കൊള്ളായിരുന്നു. നല്ല ഹെവി. ലക്ഷദ്വീപ് അനാർക്കലി സിനിമ മണ്ഡപം തൊട്ട് കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഫൈനലി ചെയ്യാറുണ്ട്. അങ്ങനെ സൈറ്റ് സീ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നു സീ വ്യൂ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് 7:30. അടുത്ത് 8-ന് വീണ്ടും ലഞ്ച് ഡിന്നറാണ്. 8 ഡിന്നർ പറയുന്നത്. 8 മണിക്ക് വന്ന് കഴിച്ചിട്ട് നമുക്ക് പുറത്തിരിക്കണം. അതാണ് ഇപ്പോൾ കറൻലിയുള്ള പ്ലാൻ. ബാക്കിയൊക്കെ സെറ്റാണ്. അങ്ങനെ സൈറ്റ് സീ ഒക്കെ കണ്ടിട്ട് വന്നൊന്ന് ഫ്രഷായി. ഒരു 8 മണിയായി കഴിഞ്ഞു. 8 മണിക്ക് ഇവിടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നേരെ ഡിന്നറിലേക്ക് പോകും. സോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല ഫുഡായിരുന്നു. ചോറ്, ചപ്പാത്തി ഉണ്ടായിരുന്നു, വെജ് കറി, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ മീനുണ്ടായിരുന്നു. അപ്പോൾ ചോറും ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങണം. രാവിലെ വേറെ കുറേ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകണം.